The Real FM 103.6. ശ്രദ്ധ. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന റോഡപകട മരണങ്ങൾ മൂലം അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മുഖം മറച്ചു പിടിക്കേണ്ട അവസ്ഥയാണെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി ഈയിടെ അഭിപ്രായപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി വിഭിന്നമല്ല. കേരളത്തിൽ ഈ വർഷം ഒക്ടോബർ വരെ റിപ്പോർട്ട് ചെയ്ത വാഹനാപകടങ്ങളുടെ കണക്കെടുത്താൽ 3168 പേർ മരിക്കുകയും 45,657 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയെത്ര ജീവനുകളാണ് റോഡപകടങ്ങളിൽ പൊലിഞ്ഞു പോകുന്നത്. പാലക്കാട് ലോറി ഇടിച്ചു കയറി മരിച്ച 4 സ്കൂൾ കുട്ടികൾ, ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഏറ്റവും ഒടുവിൽ കോന്നിയിലെ നവദമ്പതിമാരടക്കമുള്ളവരുടെ മരണം. ഇതിനൊപ്പം അപകടങ്ങൾ പറ്റി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിക്കപ്പെട്ടവർ. എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലായത്? ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്ന് ആദ്യം പ്രതികരിക്കുന്നു കോഴിക്കോട് ജില്ലാ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രജി ജോസ്. ഡെയിലി എന്ന് പറഞ്ഞതുപോലെ ആംബുലൻസിൽ അപകടം പറ്റിയ രോഗികളെയും കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് മനസ്സിലായ അത്രയും 99% അശ്രദ്ധ കൊണ്ട് വരുന്നതാണ്. ഒന്നെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവരുടെ അശ്രദ്ധ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവരുടെ അശ്രദ്ധ. എന്നാലും ഒരു 95% ഡ്രൈവ് ചെയ്യുന്നവരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. മാത്രമല്ല, ഇപ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ വളരെയേറെ ഡേഞ്ചർ ആയിട്ടുള്ള അപകടങ്ങളാണ്, സീരിയസ് ആയിട്ടുള്ള അപകടങ്ങൾ. കാരണം നല്ല റോഡുകൾ വരുമ്പം ഓവറായിട്ടുള്ള സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുന്നു. അതുപോലെ തന്നെ വളവുകൾ, തിരിവുകൾ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ, അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു. അതൊക്കെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടം പറ്റിയ ആളെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നതും ഹെഡ് ഇഞ്ചുറി എന്ന സിറ്റുവേഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും പോകുന്നത്. ഹെഡ് ഇഞ്ചുറി ആ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കോമ സ്റ്റേജിലേക്ക് ആള് മാറുകയാണ്, അബോധാവസ്ഥയിലേക്ക് വരുന്നു. അതുപോലെ ഒമിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ ഒരു അനക്കം ഇല്ലാതെ ഒരു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. കൂടുതൽ ബൈക്ക് അപകടങ്ങൾ എത്ര നമ്മൾ പറഞ്ഞിട്ടും ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ പോകുന്ന അപകടങ്ങളിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് ഒരു കാർ തട്ടിയൊരു അതും സീബ്ര ലൈനിലൂടെ പോയ സ്ത്രീ മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഹെഡ് ഇഞ്ചുറിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഡെയിലി എന്ന് പറഞ്ഞാൽ കാണുന്നതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതും ഇപ്പൊ എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൂടുതലും രോഗികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടില് അപകടങ്ങളുടെ 95% വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ശ്രദ്ധിച്ചാൽ അതുണ്ടാകാതിരിക്കാൻ പറ്റും. കാരണം ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാ. ഞങ്ങൾക്കൊന്നും ഇന്ന് വരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. കാരണം ഓരോ അപകടങ്ങളും കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അപകടങ്ങൾ വളരെയേറെ കുറവായിട്ട് തോന്നിക്കുന്നത്. ഞങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റേത് മര്യാദകൾ പോലെയും പൊതുനിരത്തിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും നിയമങ്ങളും വളരെ നേരത്തെ തന്നെ പരിശീലിപ്പിക്കേണ്ടതായുണ്ട്. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സ്പെർട്ട് മെമ്പർ ഉപേന്ദ്ര നാരായണൻ. അടിക്കടി ഉണ്ടാകുന്ന റോഡ് ദുരന്തങ്ങൾ, അതായത് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് പൊതുനിരത്തുകളിൽ നാം കാണുന്നത്. നമ്മുടെ സംസ്ഥാനം വളരുകയാണ്. വളരുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറെ അച്ചടക്കങ്ങളും കൂടി വേണ്ടി വരും. അതായത് നമ്മുടെ കുട്ടികൾ ജനിച്ചാൽ ഉടൻ തന്നെ വീഴുന്നത് ഈ വാഹന പ്രേമിയായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ വളരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരെ തുടക്കത്തിൽ തന്നെ ഈ റോഡ് സുരക്ഷയെ പറ്റിയുള്ള ബോധം അവരിൽ വളർത്തണം. അത് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാര് എങ്ങനെ നമ്മുടെ പൊതു സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, വീട്ടിനകത്തും പുറത്തും ഏത് വശത്തൂടെ നടക്കണം, പൊതുനിരത്തിലേക്ക് ഇറങ്ങിയാൽ ഏത് വശത്തൂടെയാണ് കാൽനടക്കാരൻ നടക്കേണ്ടത്, ഏതൊക്കെയാണ് റോഡ് മര്യാദകൾ, എന്താണ് റോഡിലെ അവസ്ഥ എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സ്കൂളുകളിലെ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം, അത് മാസത്തിൽ ഒരു ക്ലാസ് എങ്കിലും ഏതെങ്കിലും PTA ടീച്ചറെ കൊണ്ട് എടുപ്പിച്ചിട്ട് റോഡിലെ സീബ്ര ക്രോസിംഗിന്റെ മര്യാദ എന്താണ്, പിന്നെ വാക്ക് വേ എന്താണ്, പെഡസ്ട്രിയൻ ലേ എന്താണ്, ഇതെല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചാൽ അവര് വളരെ ശ്രദ്ധാലുവായിരിക്കും. നാം നിശ്ചയിക്കണം നമ്മുടെ പരിധിയിൽ ഒരു അപകടം ഉണ്ടാകരുത്, എന്റെ വീട്ടിൽ ഒരു അപകടം ഉണ്ടാകരുത്, എന്റെ പരിസരത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അപകടം ഉണ്ടാകരുത്, എന്റെ കോളേജിലോ എന്റെ സ്കൂളിലോ അപകടം ഉണ്ടാകരുത്.
എൻ്റെ ജില്ലയിൽ അപകടം ഉണ്ടാകരുത്. അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മൾ ഏറ്റെടുത്തിട്ട് അടുത്ത തലമുറയെ നമ്മൾ ഏറ്റവും നല്ല സുരക്ഷാ ബോധം ഉള്ളവരെ ആക്കി തീർക്കണം. സുരക്ഷയ്ക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല. അത് നമ്മൾ ക്ഷമിച്ച് അത് പാലിച്ചാൽ മാത്രമേ ഈ സ്വർഗതുല്യമായ കേരളത്തിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഈ സമയങ്ങളിൽ നടന്ന എല്ലാം ചെറുപ്പക്കാരുടെ മരണങ്ങളാണ്. അത് സ്വന്തം കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇത് എവിടുന്ന് ആരാണ് ഏറ്റെടുക്കുന്നത്? ജനസമൂഹമാണ്. അപ്പൊ അത് പൊതുപ്രവർത്തകർ ലൈക്ക് വോളണ്ടിയേഴ്സ്. പിന്നെ നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിന് വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ അപകടങ്ങൾ വരികയാൽ ഒരു ടൂറിസ്റ്റും വരില്ല, ഒരു കച്ചവടവും നടക്കില്ല. അപ്പൊ എന്ത് വേണം? നമ്മുടെ ഭാവിയെ കരുതി നമ്മുടെ നാട്ടിൽ അപകട മരണങ്ങൾ കുറയ്ക്കണം. പരിക്ക് ഏൽക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നാം തന്നെ അവലംബിക്കണം. നാം തന്നെ ഒരു പൊതുപ്രവർത്തകനാകണം. നമ്മളിലെല്ലാം ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ട്. അതിനെ ഉണർത്തിയെടുക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണ് റോഡ് സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കാവുന്ന കാര്യങ്ങളിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. കേരളത്തിലെ റോഡുകളിൽ അപകട സാധ്യത ഏറെ കൂടുതലാണ്. റോഡിൽ വേഗത കുറച്ച് വാഹനമോടിക്കുകയും ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ഇവ ധരിക്കുകയും റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാഫിക് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ PA മുഹമ്മദ് നജീബ്. കേരളത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായി വലിയ റോഡ് അപകടങ്ങൾ ഉണ്ടായത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ യാദൃശ്ചികമായി പെട്ടെന്ന് അടുപ്പിച്ച് 3-4 അപകടങ്ങൾ ഉണ്ടായി എങ്കിലും ഈ അപകടങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള റോഡ് അപകട സാധ്യതകൾ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡേഞ്ചർ നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ റോഡുകളൊന്നും തന്നെ വളരെ സുരക്ഷിതമായി താരതമ്യേന വേഗത എടുക്കാൻ പറ്റിയ റോഡുകളല്ല. അപ്പൊ നമ്മളെ റോഡുകളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കുറഞ്ഞ വേഗതയിൽ മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, നമുക്ക് ഇപ്പോഴും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചിട്ട് വേണ്ടത്ര ഒരു ബോധവൽക്കരണം നടന്നിട്ടില്ല. കാരണം രാത്രിയിൽ സാധാരണ വീട്ടിലെ കിടക്കയിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റില്ല. അയാള് സാധാരണ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വരും. കുറച്ചു നേരമൊക്കെ പിടിച്ചു നിൽക്കാമെങ്കിലും അയാൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരികയും അയാൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും. രാത്രി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വേഗതയിൽ ഓടിക്കുന്ന, സ്ഥിരമായി ഹാബിച്വലായിട്ട് വേഗതയിൽ ഓടിക്കുന്ന ആൾ ഉറങ്ങിപ്പോയാലും വേഗതയിൽ ഓടിക്കും. അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുള്ള ഓരോ കേസ് എടുത്തു നോക്കിയാലും അയാൾ സ്ഥിരമായി വാഹനം ഓടിക്കുന്ന ടാക്സി ഡ്രൈവർ അല്ല, ലോറി ഡ്രൈവർ അല്ല. അയാൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ കാലങ്ങൾ കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഒരാവശ്യത്തിന് എയർപോർട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു പിൽഗ്രിമേജ് പോകാനോ മാത്രമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. അത്തരം ആൾക്കാർക്ക് ഒരു കാരണവശാലും രാത്രി വണ്ടി സ്വന്തമായിട്ട് ഓടിച്ച് രാത്രിയിൽ പോയാൽ ഉറങ്ങിയിട്ടുള്ള അപകട സാധ്യത ഉണ്ട്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാക്കി അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ പരിചയമുള്ള ഡ്രൈവറെയോ അല്ലെങ്കിൽ വാഹനമോ ടാക്സിയോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടോ ഉപയോഗിക്കാൻ മാത്രമേ ഇതിന് ഒരു പരിഹാരമുള്ളൂ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ വ്യാപകമാണ്. കാരണം നമ്മളെ AI ക്യാമറ വെച്ച് കണ്ട് നോക്കിയാലൊന്നും മദ്യപിച്ച ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വണ്ടി ഇന്റർസെപ്റ്റ് ചെയ്ത് നിർത്തിച്ച് ആൾക്കാരെ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ മദ്യപിച്ച കേസ് കിട്ടുള്ളൂ. അപകടം കുറക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒന്ന് വാഹനം ഇപ്പൊ ഉള്ള സാഹചര്യത്തിൽ വേഗത കുറച്ച് ഓടിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ നമ്മളുടെ റോഡുകൾ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് മാറ്റാൻ എല്ലാവരും സഹകരിക്കണം. സ്ഥലം വിട്ടു കൊടുക്കേണ്ടതുണ്ട്, ഫണ്ട് വരണം. അപ്പൊ അത് ഫണ്ടില്ലെങ്കിൽ നമുക്ക് ടോൾ റോഡുകൾ വരണം. അങ്ങനെ പലതരത്തിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. ഗവൺമെന്റ് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ജനങ്ങളെ ഭാഗത്തുനിന്നും മാറ്റങ്ങൾ വരണം. ഏതായാലും പെട്ടെന്നൊന്നും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ഉടനടി ചെയ്യാനുള്ളത്, ഒന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, 2 ഉറക്കൊഴിച്ച് 2 പരിചയമില്ലാത്ത ആൾക്കാർ രാത്രിയിൽ വണ്ടിയായിട്ട് പോകാതിരിക്കുക, 3 വേഗത പരമാവധി കുറക്കുക. ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് എൻഫോഴ്സ്മെന്റിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അസുഖങ്ങൾ വന്ന് മരിക്കുന്നതിനേക്കാളേറെ മരണങ്ങൾ ഇന്ന് റോഡുകളിൽ നടക്കുന്നു. പരിക്കേറ്റവരും ഗുരുതരാവസ്ഥയിൽ ആയവരും ഒട്ടേറെയുണ്ട്. വടകരയിലെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഇന്നും കോമ സ്റ്റേജിൽ തുടരുന്ന 9 വയസ്സുകാരി ദൃശാന. 2 ദിവസം മുന്നേ കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്തു കുടുങ്ങി വയോധികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെ ദിനംപ്രതി റോഡ് അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. പ്രധാന കാരണം വാഹനമോടിക്കുന്ന ആളിന്റെ അശ്രദ്ധയാണെന്ന് പറയാതെ വയ്യ. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെയും ഓവർലോഡ് കയറ്റിയും റോഡിൽ അതിസാഹസികത കാണിച്ചും രാത്രിയാത്രയിൽ ലൈറ്റ് ബ്രൈറ്റ് ആക്കി വെച്ചും പലരും കാണിക്കുന്ന ഹീറോയിസത്തിൽ അറിയാതെ വന്നു ചാടുന്നത് പലപ്പോഴും കുടുംബത്തിന്റെ അത്താണിയാവും.
റോഡ് സുരക്ഷയും നിയമങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയും നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചും റോഡ് അപകടങ്ങൾ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഒപ്പം ശരിയായ രീതിയിലുള്ള റോഡ് സംസ്കാരം വളർത്തിയെടുക്കുക മാത്രമാണ് റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ഏക പോംവഴി. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.